നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീറാമാണ്. ശ്രീറാം ഭയങ്കര പാഷനേറ്റ് ആണ് കുക്കിങ്ങിൽ. അപ്പം ഈ ഓണക്കാലത്ത് ഒരു ചതുർശതത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ശ്രീറാം നിൽക്കുന്നത്. അപ്പം ഈ റെസിപ്പിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അത് ശ്രീറാം തന്നെ പറയും. നമസ്കാരം. ചതുർശതം എന്ന് പറയുമ്പോൾ അതിൽ 400 എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ചതുർന്ന് വെച്ചാൽ ശതം എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ അമ്പലങ്ങളിലും ഇതുപോലെ ശാസ്താപ്രീതി, അയ്യപ്പൻ പൂജ, അങ്ങനെയുള്ള ഉത്സവങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ ഇത് വലിയ വഴിപാടാണ്. ശബരിമലയിൽ പോലും ചതുർശതം നൈവേദ്യം നടത്താറുണ്ട്. അപ്പോൾ അത് അന്ന് ആ കാലത്ത് ധാരാളം ഉണ്ടാക്കിയ ആ സമയത്ത് അതിൻ്റെ അളവ് ഇങ്ങനെയാണ്. എല്ലാം 100 എന്നുള്ള കണക്കാണ്. അപ്പൊ അതിൽ 100 തേങ്ങ, അതിന് 100 ഭാഗം ശർക്കര, അത് 100 നാഴി അരി, പിന്നെ കദളിപ്പഴം, പിന്നെ ആവശ്യത്തിന് നെയ്യ്. കദളിപ്പഴവും ഒന്നും തൊടുമ്പോൾ 100 കദളിപ്പഴം. അപ്പൊ അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ശരിയായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്ത് അത് ഭഗവാന് നൈവേദ്യം ചെയ്തിട്ട് പിന്നെ എല്ലാവരും അത് കഴിക്കാറുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് അതിന് അത്ര നല്ല രുചിയാണ്. അതിന് സമയമെടുത്ത് വലിയ ഉരുളിയിലാണ് ഇത് ഉണ്ടാക്കാറ്. ഉരുളിയിൽ പായസം വെച്ചാൽ അതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇന്ന് ഒരു തേങ്ങയ്ക്കാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ഇതിൽ കുറച്ച് വെള്ളത്തിനൊന്നും കണക്കൊന്നുമില്ല. ബിക്കോസ് അത് വറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എങ്ങനെ വേണോ അതുപോലെ എടുക്കാം. അപ്പോൾ ഈ കുക്കറിൽ നാഴിയരി വേവിച്ച് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം. അത് 1/4 ഭാഗം വേവിച്ച് വെന്ത് കുഴയരുത്, വേവിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരി എന്ന് പറയുന്നത് നമ്മുടെ നെല്ലുകുത്തരിയാണ്. ഉണക്കലരി, പൂജാതി കാര്യങ്ങൾക്കൊക്കെ ഉണക്കലരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരി, അല്ലെങ്കിൽ ഇതിപ്പോൾ ചോറായി, അതൊന്ന് ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇടുക. അതിപ്പോൾ 3-ാം പാലെടുത്ത് ആ 3-ാം പാലിലും തിളപ്പിക്കാം. ഇതിപ്പോൾ വെള്ളത്തിൽ തിളപ്പിച്ച് നന്നായി വെന്തിട്ട് 3-ാം പാൽ ചേർക്കുകയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇത് നന്നായിട്ട് അതിലേക്ക് ചേർത്ത് 250 ഗ്രാം ഉണക്കലരി വേവിച്ച് വെച്ചേക്കുന്നു. 1/4 വേവില് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നല്ല തീയിൽ തന്നെ നന്നായി ഒന്ന് വെന്തുടയണം. നമ്മളിത് കുക്കറിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോവും. അപ്പൊ നന്നായിരിക്കില്ല. പായസത്തില് നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടണം. എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രഡീഷണൽ റെസിപ്പീസ് നമ്മൾ ഉരുളിയിൽ ചെയ്താൽ അതിന് സ്വാദ് കൂടും. അപ്പൊ നമ്മൾ ഈ ഓട്ടുരുളി, കോട്ടയം സൈഡിലൊക്കെ ധാരാളം നമുക്ക് ഓട്ടുപാത്രങ്ങൾ, ഓട്ടുരുളിയും ഓട്ടുചട്ടുകം, മാന്നാറില് അവിടെ നിന്നാണ് ഞാൻ ഉരുളിയൊക്കെ വാങ്ങിയത്. അപ്പൊ അവിടെ ഉരുളിയും ഒരു ഓട്ടുചട്ടവും. അതെ. അപ്പൊ അതിലെന്താ വെച്ചാല് നമ്മുടെ ആയാസം കുറയും. ഓട്ടുചട്ടത്തിന് നല്ല ഭാരമാണ്. അപ്പൊ നമ്മൾ ആ ചട്ടുവം ഇളക്കി കഴിയുമ്പോ ചട്ടുവത്തിന്റെ പണി ചെയ്തോളൂ. നമ്മൾ കൈ സ്ട്രെയിൻ ചെയ്യണ്ട. അങ്ങനെയാണ് നമ്മുടെ വിചാരം. ഇത് വെയിറ്റ് കൂടും. ഇല്ല. അത് ടാക്ടിക്കായിട്ട് നമ്മൾ ഹാൻഡ് മൂവ് ചെയ്താൽ അതാണ് ഓട്ടുചട്ടവും. പണ്ടൊക്കെ ഉരുളിയും വാർപ്പും വെച്ച് അതിലൊരു ചെയ്യുമ്പോ ഈ വലിയ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കും. പക്ഷെ അതിനത്ര ആയാസമില്ല. അതിൽ അടി പിടിക്കില്ല. അങ്ങനെയുള്ള ഒരു ടെൻഷനേ വേണ്ട. പിന്നെ വിറകടുപ്പിലൊക്കെ ഗ്യാസിൽ വെക്കുന്ന പോലെ അല്ലല്ലോ. അതെ, ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. വിറകടുപ്പിൽ വെക്കുന്ന പായസത്തിന്റെ സ്വാദ് വ്യത്യാസം. ഓരോ ഇൻട്രിക്കേറ്റ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ടേസ്റ്റിൽ റിഫ്ലക്ട് ചെയ്യും. അതെ. അപ്പൊ ഇതിലേക്ക് ഇനി നമ്മള് 3-ാം പാൽ ഒഴിക്കുക. അത് നല്ല വെള്ളമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ശർക്കര ചേർക്കുക. അത് ഏതാണ്ട് 450 ഗ്രാം ശർക്കര, ശർക്കര പൊടിച്ച് വെച്ചിരിക്കുക. പൊടിച്ച് ഉപയോഗിച്ചാൽ നമ്മൾക്ക് അളക്കാൻ സൗകര്യമുണ്ട്. അത് വേഗം അത് അലുക്കാനും പറ്റിയ സൗകര്യം. 250 ഗ്രാം ഉണക്കലരിയും അതുപോലെ 450 ഗ്രാം ശർക്കരയും, ഒരു തേങ്ങ. പിന്നെ അത് തേങ്ങാപ്പാല് നമ്മൾ ചേർക്കുമ്പോൾ തേങ്ങാപ്പാലിനൊരു നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മട്ട്, ഈ മധുരവും തേങ്ങാപ്പാലും എല്ലാം കൂടെ. അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ ചുക്ക് ചേർക്കുന്നത്. അപ്പൊ കുറച്ച് ഡൈജഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമല്ലോ.
അപ്പോൾ ഇതാ ശർക്കര ഞാനങ്ങ് ചേർക്കുകയാണ്. 450 ഗ്രാം ശർക്കര. ഇനി കുറച്ച് സമയത്തേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കരുത്. ഈ ശർക്കര നന്നായി വെന്ത് അതെല്ലാം വരണ്ട് ഈ അരിയിൽ നമ്മൾ കട്ടിപ്പായസം വെക്കുന്ന പോലെ അത് വരളണം. ശർക്കര നന്നായി ഉരുകി ചേർന്ന് തിളച്ച് വരളണം. അതുവരെ നമ്മൾ സമയത്ത് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ നെയ്യ് അബ്സോർബ് ചെയ്യും. പിന്നെ നല്ലൊരു സുഗന്ധം വരും, അടിയിൽ പിടിക്കുകയില്ല. ഓണ സീസണിലൊക്കെ നമ്മൾ ഒത്തിരി പായസം വീടുകളിലും ഉണ്ട്, പല പായസങ്ങള്. അതെ, ഇപ്പൊ കല്യാണങ്ങൾക്ക് തന്നെ ഇപ്പൊ എന്ത് വെച്ചും 3-4 പായസങ്ങളാണ്. ഇപ്പൊ പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ട് ക്യാരറ്റ് കൊണ്ട് പായസം, മത്തങ്ങ കൊണ്ട് പായസം, മത്തങ്ങ കൊണ്ട് സ്വീറ്റ് ഉണ്ടാക്കിയാൽ നല്ലതാ. ഹലുവ, മത്തങ്ങ പായസം. അത് സൂപ്പർ വെജിറ്റബിൾ എന്നാണ് ഇവരൊക്കെ പറയുന്നത്, അമേരിക്കൻസ് ഒക്കെ, ഓസ്ട്രേലിയ ഇതിലൊക്കെ. ഇതിന് ഇങ്ങനെ ഒരു പൊന്നിറം വരും. ഏതാണ്ട് ആ കളറായിട്ടുണ്ട്. ഇപ്പൊ പാല് ചേർക്കും തോറും കളർ ലൈറ്റ് ആയിട്ട് വരും. എസ്പെഷ്യലി ഈ ശർക്കര ഓരോ അരിമണിയിലും പറ്റണം, അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ സ്വാദ് പോകണം. മറ്റേത് നമ്മൾ വെളിയിൽ നിന്ന് ചോറ് വെച്ച പോലെ ഇരിക്കും. ഈ ചോറിന്റെ സ്വാദ് വരാൻ പാടില്ല. അരിയില് പായസത്തിന്റെ അകത്തോട്ട് പോകണം മധുരം അല്ലേ? അതെ. ഇനി നമുക്ക് രണ്ടാം പാല് ചേർക്കാം. ഇത് നോക്കിയാൽ അറിയാം, ഇത് നന്നായിട്ട് ഇപ്പൊ കുറുകിയിട്ടുണ്ട്. അരി നന്നായി വെന്ത് തേങ്ങാപ്പാൽ ചേർന്ന് രണ്ടാം പാല് ചേർക്കുക. നെയ്യ് നമ്മൾ ചേർത്തു 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ തന്നെ ഇല്ല, കൃത്യം 1 ടീസ്പൂൺ ഉള്ളു. അത് ഇനി അവസാനം ചേർക്കാം. തിളച്ചു തുടങ്ങി. ഇനി പഴം ഇടണം. ഇനി പഴം ഇടാം. പഴം ഒന്ന് വെന്ത് കുഴയുവേ, അതിന് ഇച്ചിരി സമയം നമ്മൾ കൊടുക്കണം. ഈ കദളിപ്പഴത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു എന്താ പറയാ, അതിന്റെ ഫ്ലേവർ ആൻഡ് മെഡിസിനൽ വാല്യൂ. നമ്മളെ വീട്ടിലൊരു കദളിക്കുല വെച്ചിട്ട് ഒരു അടുത്ത ദിവസം നമ്മൾ ആ റൂമിൽ കയറി പോകുമ്പോൾ ആ റൂമിൽ നിന്നൊരു നല്ല മണം വരും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഉത്സവ കാലത്തൊക്കെ നമ്മൾ അമ്പലത്തിലെ തിടപ്പള്ളി സൈഡിലെ സ്റ്റോർ റൂമിൽ പോയാൽ കദളിപ്പഴം അത് അങ്ങനെ എപ്പോഴും കിട്ടില്ല. അത് നമ്മൾ വാങ്ങി അത് ആ പാകത്തിന് അതിന്റെ തൊലിയും പഴുത്താലും അത് പച്ച നിറത്തിലെ തൊലി. അതിന്റെ ഭംഗി, അതിന്റെ സ്മെല്ലാണ്, അതിന്റെ ഫ്ലേവറാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത. വേറൊരു പഴത്തിനും. ഈ പിള്ളേർക്ക് കൊടുക്കുന്നത് കദളിപ്പഴത്തിന്റെ പൊടിയാണോ? അല്ല, അത് നേന്ത്രക്കായ. നേന്ത്രക്കായുടെ പ്രോട്ടീൻ അതിന്റെ ഗുണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഫ്ലേവർ. കദളിപ്പഴം എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള അതുപോലെ ശബരിമലയ്ക്ക് പോകുമ്പോ ദക്ഷിണ വെക്കുന്നതിൽ കദളിപ്പഴം, പിന്നെ പൂജയ്ക്ക്. അപ്പൊ അതങ്ങനെ റെയറാണ്, അതിന് വിലയും കൂടുതൽ. നേരത്തെ പറഞ്ഞ പോലെ ചുക്ക് ഈ തേങ്ങാപ്പാൽ പായസത്തിൽ തേങ്ങാപ്പാൽ കൊണ്ടുള്ള കാര്യങ്ങളിൽ ചുക്ക് ചേർക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമുക്കതുകൊണ്ട് അജീർണം 1 ടീസ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട് ശരിക്കും. 1 ടീസ്പൂൺ. അതുപോലെ ഏലക്ക കുറച്ച്. ഇതിൽ ചുക്ക് മുന്നിട്ട് നിൽക്കണം, ഏലക്ക ഒരു പടി കുറവ്. ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബാലൻസിങ് മതിയായിരിക്കും. അതെ, ചെകിടിപ്പ് മാറാനായിട്ട്. ഒരു ശകലം കൂടെ നെയ്യ് ഇതിൽ ഒഴിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഏതാണ്ട് 50% തയ്യാറായിട്ടുണ്ട്. ഇനി ഈ തീ അങ്ങോട്ട് ഇത് ചേർത്തിട്ട് അത് ഓഫ് ചെയ്യാം. ഇത് 1-ാം പാൽ അതിൽ ചേർക്കുക. അപ്പം ആ തിളയുടെ അത് ഞാൻ ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്തു. ഇനി നന്നായി ഇളക്കുക. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. കുറച്ച് സമയം. അപ്പൊ ആ ഫ്ലേവർ എല്ലാം അതിലേക്ക് മിക്സായി. ആഹാ, എന്ത് നല്ല കളർ. അടച്ചു വെക്കട്ടെ. അടച്ചു വെക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ചതുർശതമാണ്. ചതുർശതം
നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒത്തിരി വർത്തമാനം പറഞ്ഞു. അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അപ്പം വളരെ പാഷനേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുക അല്ലേ ശ്രീറാം കുക്ക് ചെയ്യുമ്പം. അപ്പം ഈ റെസിപ്പി ഈ ഓണക്കാലത്ത് തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി നോക്കണം. ടേസ്റ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ കമൻസിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്.